ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ക്യാമറമാൻ ആയിഷ റനയോടൊപ്പം റഷീദ, റഷീദ അല്ലേ ആയിഷ? അപ്പം ഇന്ന് വീഡിയോ എടുക്കുന്നത് നമ്മൾ ആയിഷക്കുമോളാണ് കേട്ടോ. എത്രത്തോളം നന്നാവുന്നൊന്നും എനിക്കറിയില്ല. ഏതായാലും നമ്മളിവിടെ നിന്ന് ചക്കക്കൂട്ടാൻ ഉണ്ടാക്കുകയാണ്. നേരം വെളുത്ത് രാവിലെ തന്നെ ഒരു എന്താ പറയുക, ഒരു പൊരിച്ച പത്തിരിയും ബീഫ് കറിയൊക്കെ കൂട്ടി കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമുക്ക് ചോറ് ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമുക്കൊരു ചക്കക്കൂട്ടാൻ ഉണ്ടാക്കണം. ആ ചക്കക്കൂട്ടാൻ ഞാനിതവിടെ ചക്ക ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആരുമായിട്ട് പോയത്തപ്പണി ചെയ്യലുണ്ട് മക്കളെ. മഴയൊക്കെ മാറിയിട്ട് മഞ്ഞളൊക്കെ പുഴിഞ്ഞ് ഉണക്കാൻ മതിയായിരുന്നു. ഇത് കണ്ടില്ല ഞങ്ങൾ. ഇപ്പോൾ ഉണങ്ങാനൊരു മാർഗ്ഗമില്ല, മഴയാണ്. ഇപ്പോൾ അടുപ്പിൻ്റെ മേലെ ഇട്ടിട്ടിട്ട് ഇങ്ങനെ ഉണക്കണം കേട്ടോ. കുറേയൊക്കെ ശരിയായിക്കണം തോന്നണം. എന്നോ ഉണങ്ങാനൊന്നും അറിയില്ല. ഏതായാലും അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം എൻ്റെ അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പെരുന്നാൾക്ക് ഒരുപാട് ഇറച്ചിയൊക്കെ കിട്ടിയിരുന്നു കേട്ടോ. ഉദയത്തിൻ്റെ ഇറച്ചി ഇട്ടിരുന്നു. അതിൽ ഞാൻ കറണ്ടില്ലായിരുന്നു. 4 ദിവസം ഇവിടെ കറണ്ടില്ലായിരുന്നു. അപ്പം ഞാനൊക്കെ മുറിച്ച് വേവിച്ച് കുക്കറിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ ഇട്ട് വേവിച്ചുകൊണ്ട് ഞാനിതാ ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് വെച്ചിട്ട് നമുക്ക് ഇന്നൊരു അച്ചാറിടാം കേട്ടോ. അപ്പോൾ ബീഫ് അച്ചാറിടണ എങ്ങനെയെന്ന് നോക്കി ഞാൻ എൻ്റെ ഒരു രീതിയിലുള്ള അച്ചാറാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പം ഞാനിതിലേക്ക് എണ്ണ ഒഴിക്കുന്നതിനിടയിലൊരു ഫോൺ വന്നു കേട്ടോ. അപ്പോൾ എനിക്കത് എണ്ണ ഒഴിക്കുന്ന കാണിച്ചു തരാൻ പറ്റിയില്ല. അപ്പം ഞാനിതാ ഈ ഒരു നല്ലെണ്ണയിലാണ് കേട്ടോ ഞാൻ ഈ ഒരു ഇതുണ്ടാക്കുന്നത്. അതായത് നമുക്ക് ആദ്യം തന്നെ ബീഫ് ഒന്ന് പൊരിച്ചെടുക്കണം. അതിന് നമ്മളെ എണ്ണ ഒഴിച്ച് ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. ഇത് മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇട്ട് നന്നാക്കി വേവിച്ചെടുത്ത ബീഫാണ് കേട്ടോ. അതുകൊണ്ട് ഇതുപോലെ തന്നെ നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. നമുക്കിത് നന്നാക്കി ആവണ്ട കേട്ടോ. ഒരു ഹാഫ് വേവ് മതി. നമുക്ക് കോരിയെടുക്കാം. ബീഫൊക്കെ പൊരിച്ചപ്പോഴേക്കും നമുക്കിതാ നമ്മളെ ചക്കക്കൂട്ടാനും ചോറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒക്കെ വിളമ്പിയിട്ട് മഴയും ഉണ്ട്. മഴയും ചക്കക്കൂട്ടാനും കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ. മഴ പുറത്ത് ചക്കക്കൂട്ടാൻ നമ്മളിതാ കൊലായി വെച്ചും. അങ്ങനെ ഞാനിതാ അച്ചാറുണ്ടാക്കാനായിട്ട് സാധാരണ ഞാൻ എടുക്കുന്നൊരു പാനാണ്. ആ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലെണ്ണ ചൂടായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് കടുകിട്ട് കൊടുക്കാം. അതിൻ്റെ മുന്നേ ഞാൻ പൊരിച്ചെടുത്ത ബീഫ് മാറ്റിയതിൻ്റെ ശേഷമുള്ള ആ ഒരു നല്ലെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്കത് ചൂടായി വന്നതിന് ശേഷം നമുക്കിടാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, കറിവേപ്പില, പച്ചമുളക്. ഇത് കുറേ സമയമായിട്ടോ ഞാൻ അരിഞ്ഞ് വെച്ചിട്ട്. അപ്പോൾ നമ്മൾ എണ്ണ ചൂടായി വന്നതിന് ശേഷം നമ്മളതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് നന്നായി ഒന്ന് പൊട്ടി വരട്ടെ. എന്നിട്ട് നമുക്കതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ടതിന് ശേഷം നമുക്കത് അരിഞ്ഞ് വെച്ച ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇവയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കട്ടോ. ഇതിൻ്റെയൊക്കെ ഒരു പച്ച മണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം.
അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. വീഡിയോ ഇന്നലത്തെ വീഡിയോ ആയിരുന്നു. ഇന്നിപ്പോൾ ഞാൻ എൻ്റെ തറവാട്ടിലാണുള്ളത്. തറവാട്ടിൽ എൻ്റെ അയൽവാസി മരിച്ചിരുന്നു. അപ്പോൾ അവിടേക്ക് വന്നതാണ്. ഇന്നലെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനെ ദഹിപ്പിക്കാനും വേണ്ടിയിട്ട് പൊന്നാനിക്ക് കൊണ്ടുപോയി. അതിൻ്റെ കുറച്ച് വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം നമ്മളൊന്നും അവരൊക്കെ ഒപ്പമുള്ള ആൾക്കാരാണ്. ഉമ്മ മരിച്ചിട്ടിപ്പോൾ 10 വർഷമായി. 10 11 വർഷമായി. പിന്നെ അതേ ഉള്ളായിരുന്നു. ഒരുപാട് കാലം ഇങ്ങനെ എന്താ പറയുക കിടന്നു. കുറച്ച് കാലം കിടന്നു കേട്ടോ. മക്കൾക്കൊക്കെ നോക്കാനും വേണ്ടിയിട്ട് കുറച്ച് കിടന്ന്. അപ്പോൾ ഏതായാലും അത് നമ്മളെ ഈ ലോകത്തോട് വിട പറഞ്ഞ്. അപ്പോൾ അതിൻ്റെ ഇത് കൊണ്ടുപോയി ശവസംസ്കാരം ദഹിപ്പിക്കുകയാണ്. പൊന്നാനി വെച്ചിട്ടാണ്. പക്ഷെ നല്ല വിഷമമുണ്ട് കേട്ടോ. കാരണം ഒരുപാട് കാലം ഞങ്ങൾ ചേച്ചിയെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഉമ്മാനെ നോക്കണം. അതുപോലെ തന്നെ ഞങ്ങൾ അതിനെ നോക്കിയിരുന്നു. നല്ല എന്താ പറയുക വിശപ്പടക്കിയിട്ടുണ്ട്. വിശപ്പടക്കാൻ നന്നാക്കി ഭക്ഷണമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഉമ്മുള്ള കാലത്ത് തന്നെ ഞങ്ങളോട് പറയും, ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരും. ഏതായാലും പഴയ കാലങ്ങളൊന്നും ഓർക്കാതെ ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ അവരെ നല്ലൊരു അയൽവാസിയായിട്ട് തന്നെ അവരെ കണക്കാക്കി. ആ ചേച്ചിക്ക് നല്ലൊരു സമാധാനവും സന്തോഷമൊക്കെ കൊടുത്തിട്ടുമുണ്ട്. മക്കളും തന്നെ കുഴപ്പമില്ലാത്ത മട്ടത്തിലൊക്കെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനെ കാണാനും കൂടി വന്നതായിരുന്നു. നല്ല ടെൻഷനുണ്ട് ഇപ്പോൾ. ആ ടെൻഷനിലാണ് ഇപ്പോൾ ഞങ്ങളൊക്കെ ഇരിക്കുന്നത്. ഏതായാലും ആർക്കായാലും മരിക്കണമല്ലോ, ഇന്നല്ലെങ്കിൽ നാളെ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. അപ്പം എല്ലാവരോടും പറയാനുള്ളത്, വീഡിയോ എല്ലാവരും കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.